കേരളത്തിൽ സഹോദരിമാരും അമ്മമാരും സന്തോഷത്തിലാണ്. എന്തുകൊണ്ടെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. വേങ്കൽ ദിൽഷാദ് പറയുന്നത്, അതായത് സൗജന്യമായിട്ട് അവർക്ക് KSRTCയിൽ യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അത് മാത്രം പോരെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. സർക്കാർ ഈ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടി പോകുന്ന രോഗികൾക്ക് കൂടി, ആണുങ്ങൾക്ക് കൂടി സൗജന്യ യാത്ര ഏർപ്പെടുത്തണം. അതിന് വലിയൊരു തുക വരത്തില്ല. കേരളത്തിലുള്ള എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും സൗജന്യ യാത്ര ഏർപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും രോഗികളായിട്ടുള്ള ഉദാഹരണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി പോകുന്ന രോഗികളെ ഞാൻ കാണുന്ന ഒരാളാണ്. എൻ്റെ സ്ഥലത്ത് വണ്ടി കാത്തു നിൽക്കുമ്പോൾ എനിക്കറിയും എത്ര പേരുണ്ടാകുമെന്ന്. ഒരുപാടുണ്ടാവില്ല, കുറച്ച് പേരെ കാണും. അവർക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ചല്ലിമുക്ക് എന്ന് പറയുന്ന കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമാണ് ചല്ലിമുക്ക്. ആ ചല്ലിമുക്കിൽ KSRTC കയറുന്ന 4, 5, 6 പേരൊക്കെ കാണാറുണ്ട്. അപ്പോൾ 6 പേരിൽ 3 പെണ്ണുങ്ങളും 3 ആണുങ്ങളുമാണെങ്കിൽ 3 പെണ്ണുങ്ങൾക്ക് ഓൾറെഡി ഫ്രീ ആണ്. അപ്പം പിന്നെ വരുന്നത് ആ 3 ആണുങ്ങൾ മാത്രമാണ്. അവർ വേറെ എങ്ങും പോകുന്നതല്ല, മെഡിക്കൽ കോളേജിലേക്കാണ്. അപ്പോൾ അവർക്ക് കൂടെ സൗജന്യ യാത്ര ഏർപ്പെടുത്തി കൊടുക്കുമെങ്കിൽ നന്നായിരിക്കുമെന്ന് വിനയപുരസ്സരം ഞാൻ അഭിപ്രായപ്പെടുകയാണ്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് ഇത് നടപ്പിലാക്കി കിട്ടുമെന്ന്. പിന്നെ വേറെ ഒരു കാര്യം പറയുവാനുള്ളത്, എല്ലാ ജമാഅത്ത് പരിപാലന സമിതികളും സഹോദരിമാർക്ക് മതപഠന ക്ലാസ്സുകൾ ആരംഭിക്കണം. ആധുനിക കാലം വലിയ കുഴപ്പമാണ്. യൂട്യൂബും ഫേസ്ബുക്കും മെസ്സഞ്ചറും ഒക്കെയുള്ള ഇൻസ്റ്റഗ്രാമുള്ള ഈ കാലഘട്ടത്തിൽ ഇതാവശ്യമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ വിപത്തുക്കൾക്കും പിന്നിൽ മൊബൈലുകളാണ്. അത് മാറ്റിയെടുക്കുന്നതിന് മുമ്പിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് വായനയിലേക്ക് വരണം. എല്ലാ മതപണ്ഡിതന്മാരും ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഖുർആൻ ഓതാനോ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോഴും മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പേജ് മറിച്ച് യാസീൻ ഓതുന്ന ശീലത്തിലേക്ക് മാറി വരണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കാലത്ത് ഫോട്ടോ എടുക്കലും വീഡിയോ പിടിക്കലും ഒക്കെ ഹറാമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയും വഴിയോരങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളിൽ മതപ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളിൽ പോലും പണ്ഡിതന്മാരുടെ ഫോട്ടോ ഉണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ പറഞ്ഞു പോകുന്നില്ല. അത് പാണ്ഡിത്യമുള്ള ആളുകളാണ് അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയേണ്ടത്. അത് വേങ്കൽ ദിൽഷാദല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ സത്യം പറഞ്ഞാൽ അവൻ ഭ്രാന്തനാണെന്ന് പറയും. പ്രവാചകൻ സത്യം പറഞ്ഞപ്പോഴാണ് ഭ്രാന്തൻ എന്ന് പറഞ്ഞു. പിന്നെ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അള്ളാഹുവിൻ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാലായനം ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. യേശു ക്രിസ്തു സത്യം പറഞ്ഞപ്പോൾ കുരിശിലേറ്റി, സോക്കട്ടേറ്റ് സത്യം പറഞ്ഞപ്പോൾ വിഷം കൊടുത്തു കൊന്ന്, മഹാത്മാഗാന്ധിജി സത്യം പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. വല്ലാത്ത വേദന തോന്നുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വീകരിക്കും, അയക്കണമെന്ന് അറിയിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻ്റായിട്ടോ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്.